കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനം ടേം വ്യവസ്ഥയിലാക്കാൻ കോൺഗ്രസിന്റെ തീരുമാനം. ആദ്യത്തെ 2.5 വർഷം ദീപ്തി മേരി വർഗീസും പിന്നീടുള്ള 2.5 വർഷം ഷൈനി മാത്യുവും മേയറാകും. ഇരുവരും കരാറിനായുള്ള സമ്മതപത്രം ഒപ്പിട്ട് നൽകി. ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലീഗിന് നൽകില്ല എന്നും തീരുമാനമുണ്ട്. സഹിൻ ആന്റണിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സഹിൻ, എന്തായാലും ഈ ലത്തീൻ കത്തോലിക്ക സഭാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തിന്, അവരുടെ ആവശ്യത്തിന് UDF നേതൃത്വം അല്ലെ കോൺഗ്രസ് നേതൃത്വം വഴങ്ങി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 മേയർമാർ ഈ തവണ ഉണ്ടാകുമെന്നുള്ളതാണ്. ഒന്ന്, ആദ്യ 2.5 വർഷം ദീപ്തി മേരി വർഗീസ് ആയിരിക്കും മേയർ സ്ഥാനത്തുണ്ടാവുക. തുടർന്നുള്ള 2.5 വർഷം ഷൈനി മാത്യു, ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ഷൈനി മാത്യു മേയറാവും. ഷൈനി മാത്യു ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൻ്റെ പ്രതിനിധി കൂടിയാണ്. മാത്രമല്ല, ദീപ്തി മേരി വർഗീസും സഭയ്ക്ക് വലിയ താല്പര്യമുള്ളൊരു നേതാവാണ്. അങ്ങനെ 2 പേരുടെയും മേയർമാരാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ടേം വ്യവസ്ഥയിലായിരിക്കും. മുൻപ് സൗബിനി ജെയിൻ മേയറായിരുന്ന കാലത്ത് ഇത്തരത്തിൽ തന്നെ ഷൈനി മാത്യുവിന് അവസരം ഉണ്ടായിരുന്നായിരുന്നു. എന്നാൽ സൗബിനി ജെയിൻ എന്ന് മാറിക്കൊടുക്കാൻ തയ്യാറായില്ല. അതോടുകൂടി ഈ ഷൈനി മാത്യുവിന് അവസരം നിഷേധിക്കപ്പെട്ടിരുന്നു. പക്ഷേ അത് കോൺഗ്രസിനെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ ആ പാർട്ടിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാനോ ഷൈനി മാത്യു തയ്യാറായിരുന്നില്ല. ഒരുപക്ഷെ അതിൻ്റെ കൂടി ഒരു ഉപകാരസ്മരണയായിരിക്കാം ഇത്തവണ കോൺഗ്രസ് ഷൈനി മാത്യുവിനെ കൂടി മേയറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 2 മേയർമാരായിരിക്കും കോൺഗ്രസിന് ഇത്തവണ ഉണ്ടാകുക. മറ്റൊന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 47 കൗൺസിലർമാരാണുള്ളത്. 76 അംഗ ഡിവിഷനിൽ അല്ലെങ്കിൽ 76 അംഗ ഭരണസമിതിയിൽ 47 കൗൺസിലർമാർ കോൺഗ്രസിൻ്റെ UDFിൻ്റെതാണ്. അതിൽ തന്നെ 40ഓളം കൗൺസിലർമാർ 42ഓളം കൗൺസിലർമാർ കോൺഗ്രസിനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലീഗിന് നൽകില്ല. ലീഗിൻ്റെ TK അഷ്റഫ് ഡെപ്യൂട്ടി മേയറാകാൻ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ലീഗിന് ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകില്ല എന്നാണ് മനസ്സിലാവുന്നത്. പകരം PVK കൃഷ്ണകുമാറോ അല്ലെങ്കിൽ ദീപക് ജോയിയോ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേയർ സ്ഥാനത്തേക്ക് ഒരു തീരുമാനമായിരിക്കുന്നു. ദീപ്തി മേരി വർഗീസോ ഒപ്പം തന്നെ ഷൈനി മാത്യു മേയർ സ്ഥാനത്തേക്ക് വരും. ഇരുവരെയും കൊണ്ട് സമ്മതപത്രവും അത് ഒപ്പിടിപ്പിച്ച് മേടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഇത് സംബന്ധിച്ചുള്ള നേതൃയോഗം ഇന്നലെ നടത്തിയിരുന്നു. ഇന്ന് അവസാനവട്ട ചർച്ചകളായിരിക്കും പുരോഗമിക്കുക. ഹർഷൻ, റൈറ്റ്. എന്തായാലും ഈ കാര്യത്തിൽ ലത്തീൻ കത്തോലിക്ക സഭാ നേതൃത്വത്തിൻ്റെ ആവശ്യത്തിന് വഴങ്ങിക്കൊണ്ട് ഷൈനി മാത്യുവിനെ കൂടി മേയർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. 2 ടേം എന്ന നിലയ്ക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ ടേമിന് തൊട്ട് മുമ്പ് സൗമിനി ജെയിൻ എറണാകുളം കൊച്ചി മേയറായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത് സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായത്. അന്നും ഷൈനി മാത്യുവിൻ്റെ അവസരം നിഷേധിക്കപ്പെട്ടു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയിലുള്ള വിഭാഗീയത അടുത്ത തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു കൊച്ചിയിൽ. ഇത്തവണ എന്തായാലും ഈ ടേം വ്യവസ്ഥ ആദ്യഘട്ടത്തിൽ ആ കാര്യത്തിൽ ഒരു കരാർ ഉണ്ടാക്കാൻ തീരുമാനിച്ച് ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ദീപ്തി മേരി വർഗീസ് ആദ്യത്തെ 2.5 വർഷം ഇവിടുത്തെ മേയറാവും, കൊച്ചി മേയറാവും. അതിൻ്റെ അടുത്ത 2.5 വർഷം ഷൈനി മാത്യുവും മേയറാവും എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം.